ചന്തയിൽ എങ്കയോ പാത്ത മാതിരി എവിടെയോ കണ്ടിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിയെ. സപ്ലൈകോയിലാണോ അതോ ഹോർട്ടികോപ്പിൽ എവിടെയത്? ഇല്ല കേട്ടോ, അതിനൊരു വഴിയില്ല. പുള്ളിക്കാരെ ഇവിടെ മത്സരിക്കാൻ നിൽക്കില്ലേ. എന്തായാലും പുള്ളി രാഷ്ട്രീയക്കാരനല്ല, വേറെ എവിടെയോ ജോലി ചെയ്തിരുന്ന ആളാണ്. നമുക്കൊന്ന് പരീക്ഷ നോക്കിയാലോ. മാണിക്കൽ പഞ്ചായത്തിലെ കട്ടയ്ക്കാൽ വാർഡിലെ LDF സ്ഥാനാർത്ഥി BS സന്തോഷ്. ചേട്ടാ, പച്ചക്കറിക്ക് എന്താ വില? പച്ചക്കറിക്ക് താരതമ്യേന വില കുറവാണ് ഇപ്പം. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ പച്ചക്കറി എവിടെയോ ഹോർട്ടികോപ്പിലാണോ? ഹോർട്ടികോർപ്പിലായിരുന്നു ജോലി. ഞാൻ സപ്ലൈകോയിലാണെന്ന് ആകെ സംശയിച്ചത്. ഹോർട്ടികോപ്പിൽ എവിടെ ജോലി? ഹോർട്ടികോർപ്പിൽ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നത് ഹോർട്ടികോർപ്പിൻ്റെ ഗോഡൗണിലാണ്. ആനയറ കരിക്കകം ക്ഷേത്രത്തിനടുത്ത് വേൾഡ് മാർക്കറ്റിനകത്ത്. എനിക്ക് തെറ്റിയില്ല. ഞാൻ 12 വർഷമായി ഹോർട്ടികോർപ്പിൽ ജോലി ചെയ്യണം. ഹോർട്ടികോപ്പിൽ ജോലിയുള്ള ഒരാൾ എങ്ങനെ ഇപ്പം സ്ഥാനാർത്ഥിയായെന്നുള്ള സർക്കാർ ഒരു ഉത്തരവ് വന്നതേ, താൽക്കാലിക അംഗൻവാടി ടീച്ചർമാരും ആശാ വർക്കർമാരും ഒഴികെ ബാക്കി മുഴുവൻ പേരും താൽക്കാലിക കരാർ ജീവനക്കാരെല്ലാം ജോലി രാജിവെച്ചിട്ട് മാത്രം നോമിനേഷൻ കൊടുക്കാവുന്നു. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നോമിനേഷൻ കൊടുത്ത് ജയിക്കുകയാണെങ്കിൽ മാത്രം ജോലി കളഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഹായിക്കും. കയ്യിലുണ്ടായിരുന്ന 12 വർഷം ജോലി രാജിവെച്ച് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വലിയ റിസ്ക് അല്ലേ അത്? അല്ല, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ മേഖലയൊന്നുമല്ല. വാർഡിൽ തന്നെ മത്സരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നിലവിൽ നമ്മുടെ ഈ വാർഡ് 15 വർഷമായി CPM ഓൺ വാർഡാണ്. ഇവരെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു കാരണവശാലും ജോലി രാജിവെച്ച് മത്സരിക്കുന്ന റിസ്ക്കേ അല്ല. അണ്ണാ, അണ്ണൻ്റെ എല്ലാ സഹായവും പ്രാർത്ഥനയും, എല്ലാവിധ പ്രാർത്ഥനയും സഹായം ബാലസംഘത്തിലൂടെ, SFIയിലൂടെ, DYFIയിലൂടെ CPMൻ്റെ പ്രവർത്തകനായി വരികയും വർഷങ്ങളായി ജോയിന്റ് സെക്രട്ടറിയാണ്. വേനാങ്കുണ്ടം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ വെമ്പായതായിട്ട് 4ാമട്ടമാണ്. ഇപ്പോൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അച്ഛൻ പാർട്ടി പ്രവർത്തകനായിരുന്നു. എന്നെ ആൾ വിളിക്കുന്നത് എന്നെ സഖാവ് സന്തോഷമാണ്. എൻ്റെ അക്കൗണ്ടും ഇല്ല സഖാവ് സന്തോഷമാണ്. ചേച്ചി, അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനയും ഓട്ടും. ആദ്യം ഒന്ന് ചിന്തിക്കേണ്ടി വന്നോ? അങ്ങനെ ചിന്തിക്കേണ്ടി വന്നില്ല. ജീവിക്കാനാണെങ്കിൽ ശമ്പളത്തിന് ജോലിയാണായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ LDFൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പം ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കാനില്ല. പക്ഷേ പൊതുരംഗത്ത് നമുക്ക് മാനസിക സംതൃപ്തി കിട്ടുന്നത് പൊതുപ്രവർത്തനമാണ്. കുടുംബ ബഡ്ജറ്റിന് തുറച്ച് വരും. ഇത് ഓണററിയം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനൊന്നും പറ്റില്ല. പിന്നെ വൈഫ് ഒരു താൽക്കാലിക ജീവനക്കാരിയാണ്. ജസ്റ്റ് ആയിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റ് അങ്ങനെ അങ്ങ് പോകും. വലിയ ആർഭാടമൊന്നും ഇല്ല. അത്യാവശ്യം നെത്തൊരു കരുവടം ചമ്മന്തിയൊക്കെയാണ് നമ്മുടെ എല്ലാവിധ നമ്മളൊന്ന് കണ്ടെന്ന്. എല്ലാവിധ സഹായവും അനുഗ്രഹവും പ്രാർത്ഥന. മക്കളെ, അമ്മ ഇവിടെ മത്സരിക്കുകയാണ്, പ്രാർത്ഥിക്കണേ അമ്മ. ചേച്ചി, മത്സരം ടൈറ്റാണോ? കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് തോൽവി അറിയാതെ മത്സരിക്കുന്ന ഒരു എതിരാളിയാണല്ലോ. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് നല്ലൊരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടില്ല. എൻ്റെ ഓൺ വാർഡാണത്. തോൽവി അറിയാത്ത ഒരു എതിരാളി വരുമ്പോൾ മത്സരത്തിന് ചൂട് കൂടിയോ? ആണല്ലോ മത്സരം. അങ്ങനെ മത്സരിക്കാനാണ് എനിക്കിഷ്ടം. കഴിഞ്ഞ 12 വർഷമായി സന്തോഷ് കുമാർ ഹോർട്ടികോപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും വെമ്പായത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ജോലി രാജിവെച്ച് മത്സരത്തിനിറങ്ങാൻ ഒരു മടിയുമില്ല. വിജയം കൈപ്പിടിയിലാണെന്ന് സന്തോഷ് കുമാറും CPMും കരുതുന്നു. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.